الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരുപക്ഷെ ശരിയായ ഉത്തരം നമ്മുടെ അന്തസ്സും അഭിമാനവും എന്നതായിരിക്കും. നമ്മൾ സമ്പാദിച്ചിട്ടുള്ള സമ്പത്തിനേക്കാൾ, നമ്മുടെ മക്കളെക്കാൾ, സ്ഥാനമാനങ്ങളെക്കാളൊക്കെ നമ്മുടെ അന്തസ്സും അഭിമാനവും ഏറെ പ്രിയപ്പെട്ടതാണ്. അത് നഷ്ടപ്പെടുന്ന സാഹചര്യം അഭിമാനികളായ ആളുകൾക്ക്, അന്തസ്സുള്ള ആളുകൾക്ക് അസഹ്യമായിരിക്കും. ഭാര്യയുടെ പേരിൽ അഭിമാനം നഷ്ടപ്പെട്ട ഭർത്താവ്, ഭർത്താവിൻ്റെ ചെയ്തികളിൽ അപമാനിതയായ ഭാര്യ, മക്കളുടെ പേരിൽ കണ്ണുനീർ കുടിച്ച് നിന്ദിതരായി ജീവിക്കുന്ന മാതാപിതാക്കൾ, മാതാപിതാക്കളുടെ പേരിൽ അപമാനിതരായി തലകുനിച്ചു പോകേണ്ടുന്ന മക്കൾ, ഇതൊക്കെ സങ്കല്പിക്കാൻ കഴിയാത്ത, മനസ്സിന് താങ്ങാൻ കഴിയാത്ത വലിയ ദുരന്തങ്ങളും പ്രയാസങ്ങളുമാണ്. ചിലപ്പോൾ നമ്മുടെ തന്നെ സ്വന്തമായ ചില പ്രവൃത്തികൾ
ഒരു നൈമിഷികമായ ദൗർബല്യത്തിന്റെ പേരിൽ നമ്മൾ ചെയ്തു കൂട്ടിയ ഏതെങ്കിലും അബദ്ധം, അത് നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ആ ശൃംഖലയിലെ പരമ്പരയിലെ എല്ലാവർക്കും നിന്ദതയും അപമാനവുമാകുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. അള്ളാഹു നമ്മെ എല്ലാവരെയും ദുനിയാവിലെയും ആഖിറത്തിലെയും നിന്ദതയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് നമ്മളോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചൊരു ദുആയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന. അല്ലാഹുവേ, തഖ്വ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, സൂക്ഷ്മതാ ബോധം, വൽ അഫാഫ വൽ ഗിന, അതേപോലെ ചാരിത്രശുദ്ധി, സമ്പന്നത, ഐശ്വര്യം, ഇതെല്ലാം പടച്ച റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഇങ്ങനെ നമ്മൾ ദുആ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതേപോലെ പടച്ച റബ്ബിനോട് നമ്മൾ ചോദിക്കണം, അല്ലാഹുമ്മ ഹ്ദിനി ലി അഹ്സനിൽ അഖ്ലാഖ്. അല്ലാഹു, ഏറ്റവും നല്ല സ്വഭാവങ്ങളിലേക്ക് നീ എന്നെ കൈപിടിച്ചു കൊണ്ടുപോകണമേ, വഴി നടത്തണമേ. ലാ യഹ്ദി ലി അഹ്സനിഹാ ഇല്ലാ അൻത്. നീയല്ലാതെ സൽസ്വഭാവത്തിലേക്ക് ഞങ്ങളെ നയിക്കാൻ വേറെ ആരുമില്ല. അതുകൊണ്ട് സൽസ്വഭാവികളായി ഞങ്ങളെ നീ മാറ്റണമേ. വസ്രിഫ് അന്നി സയ്യിഅഹാ. ദുസ്വഭാവങ്ങൾ, ദുശ്ചെയ്തികളിൽ നിന്ന് നീ എന്നെ തിരിച്ചു കളയണമേ. ലാ യസ്രിഫു അന്നി സയ്യിഅഹാ ഇല്ലാ അൻത്. പടച്ച റബ്ബേ, നിനക്കല്ലാതെ ആ തിന്മകളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന് എന്നെ സംരക്ഷിക്കാൻ മറ്റാർക്കും സാധിക്കുകയില്ല. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്, നമ്മളോട് ദുആ ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ കാണുവാൻ സാധിക്കും, അന്തസ്സും അഭിമാനവും നഷ്ടപ്പെട്ട് നാട്ടിൽ താമസിക്കാൻ കഴിയാതെ നാട് വിടേണ്ടി വരുന്ന ആളുകൾ നമ്മുടെയൊക്കെ പരിസരങ്ങളിലുണ്ട്. അതേപോലെ അഭിമാന ഭാരത്താൽ ആത്മഹത്യ ചെയ്യുവാൻ മുതിർന്ന ആളുകൾ നമ്മുടെ ചുറ്റുപാടിലുമുണ്ട്. അതുകൊണ്ട് ഏറ്റവും വലിയ സമ്പാദ്യം നമ്മുടെ അക്കൗണ്ടിലുള്ള വലിയ വലിയ സംഖ്യകളല്ല, അത് അല്പം കുറഞ്ഞാലും അഭിമാനവും അന്തസ്സുമുള്ളവരായി നമുക്ക് ജീവിക്കുവാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയാൻ കാരണം. ജാഹിലിയത്തിൽ പോലും മാന്യതയുള്ള അന്തസ്സുള്ള ആളുകൾ പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. ലാ ബാറക്കല്ലാഹു ഫീ മാലിൻ ദൂന ഇർദിൻ. അഭിമാനമില്ലാതെ സമ്പത്തുണ്ടായിട്ടെന്താ, അതിൽ യാതൊരു കാര്യവുമില്ല എന്ന് അവർ പറഞ്ഞിരുന്നു. ആര്? ജാഹിലിയത്തിലെ ആളുകൾ, ഇസ്ലാമിന് മുമ്പുള്ള ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവിയായി അറിയപ്പെടുന്ന ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ വരികൾ നമുക്ക് കാണുവാൻ സാധിക്കും. അസൂനു ഇർളി ബിമാലി ലാ ഉദന്നിസുഹു. എന്റെ അഭിമാനത്തെ എന്റെ സർവ്വ സമ്പത്തും ചെലവഴിച്ചുകൊണ്ട് ഞാൻ സംരക്ഷിക്കും. എന്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്താൻ, അതിനെ കളങ്കപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലാ ബാറക്കല്ലാഹു ബഅദൽ ഇർളി ഫിൽ മാലി. അന്തസ്സില്ലാത്ത, അഭിമാനമില്ലാത്ത സമ്പത്ത് കുറെ ഉണ്ടായിട്ടും അതിൽ യാതൊരു ബറക്കത്തുമില്ല, നന്മയുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ദുനിയാവിലെ നിന്ദതയേക്കാൾ ഭയാനകമാണ് പരലോകത്തേത്. ഇത് രണ്ടും തിരിച്ചറിഞ്ഞ ആളുകൾ ഈ രണ്ട് നിന്ദതയിൽ നിന്നും അപമാനത്തിൽ നിന്നും പടച്ച റബ്ബിനോട് രക്ഷ തേടിയതായി ഖുർആനിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പടച്ച റബ്ബിനോട് നടത്തുന്ന ദുആ 26-ാം അധ്യായം സൂറത്തു ശുഅറായിലെ 87-ാമത്തെ ആയത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ. അല്ലാഹുവേ, മനുഷ്യരെ എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിച്ച് മഹ്ശറിൽ നീ കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ എന്നെ നീ അപമാനിക്കരുതേ, നിന്ദിക്കരുതേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പടച്ച റബ്ബിനോട് ചോദിക്കുകയാണ്, രക്ഷ തേടുകയാണ്. കാരണം ജനകോടികൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ ജനിച്ച് മരിച്ചു പോകാനിരിക്കുന്ന എല്ലാവരും സമ്മേളിക്കുന്ന ആ വലിയ സംഗമത്തിൽ വെച്ച് അപമാനിതനാവുക എന്ന് പറഞ്ഞാൽ, നിന്ദിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ നിന്ദ്യത. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ദുആ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ. അല്ലാഹുവേ, എന്റെ എല്ലാ കാര്യങ്ങളിലും അതിന്റെ പര്യവസാനം നീ നന്നാക്കി തരണമേ. വഅജിർനാ മിൻ ഖിസ്യി ദുനിയ വഅദാബിൽ ആഖിറ. ദുനിയാവിലെ നിന്ദതയിൽ നിന്നും പരലോകത്തെ ശിക്ഷയിൽ നിന്നും എനിക്ക് നീ കാവൽ നൽകണമേ, രക്ഷ നൽകണേ എന്നാണ് ആ പ്രാർത്ഥനയിലുള്ളത്. അതേപോലെ സൂറത്ത് ആൽ ഇംറാനിന്റെ അവസാന ഭാഗത്ത് വിശ്വാസികൾ നടത്തുന്ന പ്രാർത്ഥനയിൽ പ്രത്യേകമുണ്ട് ഒരു പരാമർശം, വലാ തുഖ്സിനാ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഞങ്ങളെ നീ നിന്ദിക്കരുതേ, അപമാനിതരാക്കരുതേ
എന്ന് പടച്ചറബിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. അതിനാൽ നമ്മുടെ സമ്പത്തും സ്ഥാനമാനങ്ങളും മറ്റ് വിലപിടിപ്പുള്ള ഏതും നഷ്ടപ്പെടുന്നതിനേക്കാൾ നാം ഭയക്കേണ്ടതും സൂക്ഷിക്കേണ്ടതുമാണ് നമ്മുടെ അഭിമാനം. അഭിമാനബോധമുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ അന്തസ്സും അഭിമാനവും നഷ്ടപ്പെടാതിരിക്കാൻ പ്രാർത്ഥനയോടൊപ്പം നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, അള്ളാഹു പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ദുനിയാവിൽ തന്നെ ചില ആളുകൾക്ക് അള്ളാഹു നിന്ദ്യത കൊടുക്കുന്ന കാര്യങ്ങൾ. ഒന്ന് ഏതാണ് എന്ന് ചോദിച്ചാൽ, ദീൻ കൈയൊഴിച്ച് മതം കൊണ്ട് കളിച്ചാൽ, അത്തലാഉബു ബിദ്ദീൻ, മതത്തെ ഒരു കളിപ്പാവയായി കണ്ടുകൊണ്ട് മതം വെച്ചുകൊണ്ട് കളിക്കുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ നാം തിരിച്ചറിയേണ്ടത് പടച്ചറബിനോടാണ് കളി എന്ന് തിരിച്ചറിയണം, ഓർക്കണം. വഅലമു അന്നകും ഗൈറു മുഅ്ജിസില്ല, പരിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങൾക്കാർക്കും പടച്ചറബിനെ പരാജയപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. വഅന്നല്ലാഹ മുഖ്സിൽ കാഫിരീൻ, തീർച്ചയായും പടച്ചറബ് കാഫിരീങ്ങളെ, അള്ളാഹുവിനെ നിഷേധിക്കുന്ന, പടച്ചറബിനെ നിന്ദിക്കുന്ന ആളുകളെ അള്ളാഹ് അപമാനിക്കും, അള്ളാഹ് നിന്ദിക്കും. ഇന്നല്ലെങ്കിൽ നാളെ അതവരെ തേടിയെത്തും. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ച ചില വാർത്തകളുണ്ട്. ഏതെങ്കിലും ആളുകൾ അവർ തന്നെ പ്ലാൻ ചെയ്ത് നടത്തുന്ന സംഗതികളായിരിക്കും. ഡൽഹിയിൽ ഒരു സ്ഫോടനം നടന്നപ്പോഴേക്കും അതിന് ചില നരേഷനുകൾ കൊണ്ടുവന്ന് വൈറ്റ് കോളർ ടെററിസം എന്നൊരു പേരുമിട്ട് മുസ്ലിങ്ങളായ ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ ഡോക്ടറാകട്ടെ എഞ്ചിനീയർ ആകട്ടെ, അവർക്ക് ദീനുമായി കുറച്ച് ബന്ധമുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും ഭീതിയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ചില ആളുകൾ, മലയാളികളായ ചില മതനിഷേധികൾ, ചില നാസ്തികർ അവരുടെ സോഷ്യൽ മീഡിയകളിലൂടെ അവർ ആ വിഷം, ആ ചവറ് തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. അഥവാ ഇവരൊക്കെ സൂക്ഷിക്കപ്പെടേണ്ട ആളുകളാണ്, ഇവർ നാടിന് അപകടമാണ്. എന്താണ് അവർക്ക് കിട്ടുന്ന നേട്ടം എന്ന് ചോദിച്ചാൽ, മതം വെച്ചുകൊണ്ട്, ദീൻ കൈയൊഴിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കളെ വാനോളം പുകഴ്ത്തുകയും അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ തീർച്ചയായും മനസ്സിലാക്കണം, അവരെല്ലാവരും ഒറ്റക്കെട്ടായാലും അവർ എന്ത് ചെയ്താലും ഒലിച്ചു പോകുന്ന, നശിച്ചു പോകുന്ന ഒന്നല്ല ഇസ്ലാം. ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ അവിടെ തീർച്ചയായും വരും. വഅന്നല്ലാഹ മുഖ്സിൽ കാഫിരീൻ, ഇത്തരം നിഷേധികളെ അള്ളാഹു ദുനിയാവിൽ തന്നെ നിന്ദിക്കും. നമുക്ക് കാണാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക്, അനന്തരാവകാശികൾക്ക് അതറിയാനുള്ള ഭാഗ്യവും സാധ്യതകളും ഉണ്ടായിരിക്കും. അത് നമ്മൾ ഓർക്കണം. നമ്മുടെ വിഷയത്തിലാണെങ്കിലും ദീനിയായ കാര്യങ്ങളിൽ, അറിയാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറഞ്ഞ് ദീനിന്റെ നിയമശാസനകളെ കളിയാക്കുവാനും പരിഹസിക്കുവാനും നമ്മൾ നിന്നാൽ അള്ളാഹുവിനെ കളിയാക്കുന്നതിന് തുല്യമാണ്. ആരും പടച്ചറബിനെ പരാജയപ്പെടുത്തുകയില്ല, പടച്ചറബ് അവരെ നിന്ദിക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്യുമെന്നാണ്. അതേപോലെ തന്നെ മതത്തിലെ ചിലത് സ്വീകരിക്കുകയും മറ്റു ചിലത് കൈയൊഴിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചും പരിശുദ്ധ ഖുർആനിൽ ഒരു താക്കീത് നമുക്ക് കാണുവാൻ സാധിക്കും. ബനൂ ഇസ്രായേല്യരുടെ ഒരു സ്വഭാവമായി പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ് നമ്മളെ താക്കീത് ചെയ്ത ഒരു കാര്യം, അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ്, വേദഗ്രന്ഥത്തിൽ നിന്ന് ചിലത് നിങ്ങൾ അംഗീകരിക്കുകയും വേറെ ചിലത് നിങ്ങൾ അവിശ്വസിക്കുകയും നിഷേധിക്കുകയുമാണോ ചെയ്യുന്നത്? ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക മിൻകും ഇല്ലാ ഖിസ്യുൻ ഫിൽ ഹയാത്തിദ് ദുനിയ, നിങ്ങളുടെ കൂട്ടത്തിൽ ആ ഒരു സ്വഭാവം ആർക്കെല്ലാം ഉണ്ടോ അവർക്ക് ദുനിയാവിൽ നിന്ദയല്ലാതെ മറ്റൊന്നും വരാനില്ല. വയൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലും യുറദ്ദൂന ഇലാ അശദ്ദിൽ അദാബ്, ഏറ്റവും കഠിനമായ ശിക്ഷയിലേക്ക് അവർ തള്ളപ്പെടും. അപ്പൊ ദുനിയാവിലും നിന്ദ്യത, പരലോകത്തിലും നിന്ദ്യതയുണ്ടാകും. കാരണം മതത്തിലുള്ള വിശ്വാസം സത്യസന്ധമാണെങ്കിൽ എല്ലാം പരമാവധി അനുസരിക്കാൻ, അംഗീകരിക്കാൻ, അതിനെ ആദരിക്കാൻ സാധിക്കും. അതിനെ കളിയാക്കുകയും ചിലത് താല്പര്യമുള്ളത് അംഗീകരിക്കുകയും താല്പര്യമില്ലാത്തത് അള്ളാഹുവിന്റെ ഖുർആനിലുള്ളതാണ് എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണെങ്കിലും അതിനെ പരിഹസിക്കുകയും അത് കൈയൊഴിക്കുകയും അപഹസിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കളിയാക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ അവർ തന്നെ നിന്ദ്യതയുടെ വഴി തോണ്ടുകയാണ് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആത്മാർത്ഥമായിട്ടാണ് മതം വിശ്വസിച്ചിട്ടുള്ളതെങ്കിൽ, ആ വിശ്വാസം സത്യസന്ധമാണ് എങ്കിൽ അതിനെ പരമാവധി അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യും. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, വഫീഹ അക്ബറു ദലീലിൻ അലാ അന്നൽ ഈമാന യഖ്തദി ഫിഅലൽ അവാമിർ വജ്തിനാബൻ നവാഹി. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം,
ഈമാൻ ഉണ്ടോ, സത്യവിശ്വാസം സ്വീകരിച്ച ആളുകളാണോ, സത്യസന്ധമായിട്ടാണോ അത് സ്വീകരിച്ചത് എങ്കിൽ യഖ്തദി ഫിഅലൽ അവാമിർ വജ്തിനാബൻ നവാഹി, മതം കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാനും മതം വിലക്കിയ തിന്മകളിൽ നിന്ന് വിട്ടകന്ന് നിൽക്കാനും അത് അയാളെ പ്രേരിപ്പിക്കും, അയാളുടെ ഈമാൻ സത്യസന്ധമാണ് എങ്കിൽ. അപ്പൊ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അംഗീകരിച്ച് അതനുസരിച്ച് ദീനിൽ അടിയുറച്ച് നിൽക്കുന്നവരെ അള്ളാഹു തീർച്ചയായും സഹായിക്കും, അവരെ കൈയൊഴിക്കുകയില്ല എന്നതാണ് സത്യം. ഹിറാ ഗുഹയിൽ വഹീന്റെ ആദ്യാനുഭവങ്ങളുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചു വിറച്ച് പ്രിയ പത്നി ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് വന്നപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചു പറഞ്ഞ വചനങ്ങൾ സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും അടക്കം ഹദീസിന്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞത്? ഫവല്ലാഹി ലാ യുഖ്സീകല്ലാഹു അബദ. അള്ളാഹു തന്നെയാണ് സത്യം. പ്രവാചകരെ അന്ന് നബിയായിട്ടില്ല, നബിയായ വിവരം അറിയില്ല. ഭർത്താവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ ആശ്വസിപ്പിക്കുകയാണ്. ഏതൊരു ഭാര്യയ്ക്കും നല്ലൊരു മാതൃകയായി, പാഠമായി. ഭർത്താവിനൊരു ടെൻഷനും വിഷമവും ഉണ്ടാകുമ്പോൾ അത് ആളിക്കത്തിക്കുന്ന രീതിയിലല്ല ഒരു നല്ല ഭാര്യ, നല്ല ഇണ പ്രതികരിക്കേണ്ടത്. ആശ്വസിപ്പിക്കാൻ, അതിന് സാന്ത്വനവും സമാധാനവുമാകാൻ സാധിക്കണം. ഖദീജ റളിയല്ലാഹു അൻഹയുടെ റോൾ അങ്ങനെയാണ്. അവര് പറഞ്ഞത്, പടച്ച റബ്ബ് തന്നെയാണ് സത്യം, അള്ളാഹു താങ്കളെ കൈയൊഴിക്കുകയില്ല. കാരണം ഇന്നക ലതസിലുർ റഹിം, നിങ്ങൾക്ക് ചില ക്വാളിറ്റികളുണ്ട്, നിങ്ങൾ രക്തബന്ധം ചേർക്കുന്ന വ്യക്തിയാണ്. വതസ്ദുഖുൽ ഹദീസ്, സംസാരം സത്യസന്ധമാക്കുന്നവനാണ്, നല്ലത് പറയുന്ന ആളാണ്. വതഹ്മിലുൽ കല്ല്, ഭാരങ്ങളും പ്രയാസങ്ങളും വഹിക്കുന്ന ആളുകളെ സഹായിച്ച് അവരുടെ പ്രയാസം സ്വന്തം ചുമലിലേക്ക് ഏറ്റെടുത്ത് വെക്കുന്ന മനുഷ്യസ്നേഹിയാണ് താങ്കൾ. വതക്സിബുൽ മഅദൂം, ദരിദ്രരായ ഇല്ലാത്ത ആളുകൾക്ക് താങ്കൾ അധ്വാനിച്ച് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുന്നവനാണ്. വതഖ്ദിൽ ലൈഫ്, അതിഥികളെ മാന്യമായി സ്വീകരിക്കുന്നവനാണങ്ങ്. വതുഈനു അലാ നവാഇബിൽ ഹഖ്, ദുരന്തങ്ങളിൽ ആളുകളെ സഹായിക്കുന്നവനാണ് താങ്കൾ. അതുകൊണ്ട് പടച്ച റബ്ബ് അങ്ങയെ ഒരിക്കലും കൈയൊഴിയുകയില്ല, ഒരിക്കലും വിഷമിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അതായത് ദീനിയായ കാര്യങ്ങൾ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സത്യസന്ധമായി അംഗീകരിച്ച് അനുസരിച്ച് ദീനിൽ അടിയുറച്ചു നിൽക്കുന്ന ആളുകളെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹു സഹായിക്കും. അവർക്ക് ചിലപ്പോൾ പരീക്ഷണങ്ങൾ ഉണ്ടായേക്കും, പക്ഷേ ആത്യന്തികമായി അവരെ നിന്ദിക്കുന്ന, അവരെ കൈയൊഴിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല എന്നാണ് ആ സംഭവം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതേപോലെ സഹോദരങ്ങളെ, ദുനിയാവിൽ തന്നെ നിന്ദ്യതയുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച മറ്റൊരു സംഗതിയാണ് ഏറെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പൊതുമുതൽ കൈകാര്യം ചെയ്യുന്ന ആളുകൾ അത് അപഹരിക്കുന്നുവെങ്കിൽ, അനർഹമായ യാതൊന്നും എടുക്കാതെ സൂക്ഷിക്കുവാൻ കഴിയാത്ത ആളുകൾ അത്തരം സംഗതികളിലേക്ക് പോകാനേ പാടില്ല. നമ്മുടേത് എന്ന രീതിയിൽ മറ്റുള്ളവരുടെ അവകാശങ്ങളും സമ്പത്തും അത് കൂടിക്കലർന്നു വരുന്നൊരു സാഹചര്യം അത് ദുനിയാവിൽ തന്നെ നമുക്ക് നിന്ദ്യത വരുത്തി വെക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. പള്ളിയുടേതാകാം, യതീഖാനയുടേതാകാം, പൊതുസമൂഹത്തിൻ്റെതാകാം, യാതൊരു തത്വദീക്ഷയുമില്ലാതെ ഇഷ്ടം പോലെ ചെലവഴിച്ച് ഇഷ്ടം പോലെ അത് തന്റെ ആവശ്യങ്ങൾക്കുമൊക്കെ എടുക്കുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഉപദേശം കേൾക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധാർജിത സ്വത്തിന്റെ കാര്യത്തിൽ പറഞ്ഞൊരു സംഭവമാണ്. യാ അയ്യുഹന്നാസ് ഇന്നഹു ലാ യഹില്ലു ലീ മിമ്മാ അഫാ അല്ലാഹു അലൈക്കും. അള്ളാഹു നിങ്ങൾക്ക് യുദ്ധാർജിത സ്വത്തായി നൽകിയതിൽ എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നുമില്ല. അള്ളാഹു നിശ്ചയിച്ച ഒരു വിഹിതം അത് തന്നെ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒന്നും ഞാൻ അനർഹമായി നിങ്ങളെ കബളിപ്പിച്ച് ചൂഷണം ചെയ്തെടുക്കുന്നില്ല. അതുകൊണ്ട് ഫഅദ്ദുൽ ഖൈത വൽ മിഖ്യത്ത്, ഏറ്റവും നിസാരമായത് ഒരു നൂലും ഒരു സൂചിയും ഉണ്ടെങ്കിൽ അതുപോലും. എങ്ങനെ? പൊതു സ്വത്തിലെ ഒരു സൂചിയും നൂലും എന്ന് പറഞ്ഞാൽ ഏറ്റവും നിസാരമായ സംഗതി, അതുപോലും നിങ്ങൾ അതിന്റെ അർഹരായ ആളുകളെ ഏൽപ്പിച്ചിട്ടേ പോകാവൂ. വഇയ്യാകും വൽ ഗുലൂൽ, അപഹരിക്കുന്ന സ്വഭാവം, കവർന്നെടുക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സൂക്ഷിക്കണം. ഫഇന്നഹു ആറുൻ അലാ അഹ്ലിഹി യൗമൽ ഖിയാമ, അത് തീർച്ചയായും ദുനിയാവിൽ ഒരുപക്ഷെ പിടിക്കപ്പെട്ടില്ല എങ്കിലും പരലോകത്ത് അപമാനമായി, നിന്ദ്യതയായി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. വശനാറുൻ വനാർ, അത് നരകമായിരിക്കും. അതേപോലെ തന്നെ ഷനാർ എന്ന് പറഞ്ഞാൽ വഹുവ അക്ബഹുൽ ഐബി വൽ ആർ, ഏറ്റവും തീർത്താൽ തീരാത്ത നിന്ദ്യതയും അപഹാസ്യവുമായി
നിങ്ങളെ തേടിയെത്തും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പള്ളിയുടെ, യതീംഖാനയുടെ, പൊതുസ്ഥാപനങ്ങളുടെ ഒരു രൂപ പോലും നമ്മുടെ അക്കൗണ്ടിലേക്ക് കടന്നു വരാതെ, നമ്മുടെ സമ്പത്തുമായി കൂടിക്കലർന്ന് ഞാൻ ശ്രദ്ധിക്കാതെയാണ് വന്നത് എന്ന് പറയാൻ പോലും സാധ്യത കൊടുക്കാതെ സൂക്ഷിക്കുവാൻ നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ ദുനിയാവിൽ നിന്യത വരും, പരലോകത്ത് ഏതായാലും നിന്യത നേരിടേണ്ടി വരും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മറ്റൊന്ന്, മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ചിക്കിച്ചു കഴിയുന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അത് എന്നിട്ട് മറ്റുള്ളവർക്കിടയിൽ ചർച്ചയാക്കുന്ന ഒരു സ്വഭാവത്തിന്റെ ആളാണ് നമ്മളെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഗൗരവതരമായ താക്കീത് പേടിയോടുകൂടി നമ്മൾ കേൾക്കേണ്ടതാണ്. ആ സ്വഭാവം തിരുത്തിയേ മതിയാകൂ. യാ മഅ്ശറ മൻ ആമന ബിലിസാനിഹി, നാവ് കൊണ്ട് വിശ്വാസം പ്രഖ്യാപിച്ചവരെ, വലം യദ്ഖുലിൽ ഈമാനു ഫീ ഖൽബിഹി, ഈമാൻ ഹൃദയാന്തരാളങ്ങളിലേക്ക്, മനസ്സിലേക്ക് കടന്നു ചെല്ലാതെ ഞാൻ മുഅ്മിനാണ്, മുസ്ലിമാണ്, മുത്തഖിയാണ് എന്നൊക്കെ നാവ് കൊണ്ട് പറയുന്ന കപട വിശ്വാസികളെ എന്നർത്ഥം, മുനാഫിക്കുകളെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്ത് പറയുന്നത് പോലെ. എന്നിട്ട് പറഞ്ഞു, ലാ തഗ്താബുൽ മുസ്ലിമീൻ, നിങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ച് ഗീബത്ത് പറയരുത്, അവരെ സംബന്ധിച്ച് ദൂഷ്യം പറഞ്ഞ് നടക്കരുത്. വലാ തത്തബിഉ ഔറാത്തിഹിം, അവരുടെ ന്യൂനതകൾ നിങ്ങൾ ചികഞ്ഞന്വേഷിക്കരുത്. അവരുടെ കുറ്റവും കുറവുകളും ചികഞ്ഞ് അത് ശേഖരിച്ച്, ചിലപ്പോൾ രാഷ്ട്രീയത്തിന്റെ പേരിലായിരിക്കും, തെരഞ്ഞെടുപ്പിന്റെ പേരിലായിരിക്കും, ഉള്ളതും ഇല്ലാത്തതുമൊക്കെ ആ അഴുക്കുകൾ, ആ അഴുക്കിന്റെ വിഴുപ്പലക്കലിന്റെ ബാണ്ടക്കെട്ടുകളുമായി ഏതെങ്കിലുമൊക്കെ താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി ആളുകളെ നിങ്ങൾ ന്യൂനതകൾ ചികഞ്ഞ് അത് പരസ്യപ്പെടുത്തുന്നുവെങ്കിൽ ഫഇന്നഹു മൻ തതബ്ബഅ ഔറത അഖീഹിൽ മുസ്ലിം, തന്റെ വിശ്വാസിയായ സഹോദരന്റെ ന്യൂനത ആരെങ്കിലും ചികയുന്നുവെങ്കിൽ തതബ്ബഅ അല്ലാഹു ഔറതഹു, അല്ലാഹു അയാളുടെയും ന്യൂനത ചികയും. വമൻ തതബ്ബഅ അല്ലാഹു ഔറതഹു, ആരുടെയെങ്കിലും ന്യൂനത പടച്ച റബ്ബ് ചികയാൻ നിന്നാൽ യുഫ്ളിഹുഹു, അല്ലാഹു അവനെ അപമാനിക്കും, നിന്ദിക്കും. വലൗ ഫീ ജൗഫി ബൈതിഹി, അവൻ പുറത്തേക്കിറങ്ങാതെ വീടിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നവനാണെങ്കിലും. സഹോദരങ്ങൾ, എത്രമാത്രം ഗൗരവപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും, പ്രത്യേകിച്ച് പണ്ഡിതന്മാരുടെ ലുഹൂമുൽ ഉലമാഇ മസ്മൂമ, പണ്ഡിതന്മാർ പറഞ്ഞത് അങ്ങനെയാണ്, പണ്ഡിതന്മാരുടെ മാംസം അത് വിഷലിപ്തമാണ്. ചില ആളുകൾ അറിവുള്ളവരെന്നോ സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ ഉള്ളവരെന്നോ ഉമ്മത്തിന്റെ നേതൃത്വത്തിലുള്ളവരെന്നോ ഒന്നും പരിഗണിക്കാതെ അവരെ അന്ന് അടിച്ചമർത്താൻ, എന്തെങ്കിലുമൊക്കെ താൽക്കാലിക ലാഭത്തിന് വേറെ ആരുടെയെങ്കിലും ഒക്കെ കയ്യടി കിട്ടാൻ വേണ്ടി അങ്ങനെ പറയുമ്പോൾ വിഷം തിന്നുകയാണ് എന്ന് ഓർത്തുകൊള്ളണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതേപോലെ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം ഇസ്ലാമിൽ വളരെ പവിത്രതയുള്ളതാണ്. പക്ഷെ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ തമ്മിൽ തെറ്റി വഴക്കായി പിണങ്ങി നിൽക്കുമ്പോൾ ചിലപ്പോൾ മക്കൾ മാതാപിതാക്കളെ തള്ളിപ്പറയും. അതേപോലെ മക്കളെ സംബന്ധിച്ച് മാതാപിതാക്കളും നിഷേധിച്ചവർ, അവൻ എന്റെ മകനല്ല, അവൾ എന്റെ മകളല്ല എന്നൊക്കെ വേദന കൊണ്ട് പറയായിരിക്കും. പക്ഷേ അത് വലിയ ഗൗരവപ്പെട്ട വാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഇൻതഫാ മിൻ വലദിഹി ലിയുഫ്ളിഹഹു ഫിദ്ദുനിയ, ദുനിയാവിൽ സ്വന്തം മക്കളെ അപമാനിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് പിതൃത്വം ആരെങ്കിലും നിഷേധിച്ചാൽ അവൻ എന്റെ മകളല്ല, അവൾ എന്റെ മകളല്ല, അവൻ എന്റെ മകനല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, പിതൃത്വം നിഷേധിച്ചാൽ ഫളഹഹുല്ലാഹു യൗമൽ ഖിയാമ അലാ റൂസിൽ അഷ്ഹാദ്, സർവ്വ മനുഷ്യന്മാരും സാക്ഷിയാകുന്ന ഖിയാമത്ത് നാളിൽ മഹ്ശറയിൽ ഇയാളെ അള്ളാഹു നിന്ദിക്കുമെന്നാണ്. നഊദു ബില്ലാഹ്. ഖിസാസുൻ ബിഖിസാസ്, ഇയാൾ ആ മകനെ അല്ലെങ്കിൽ ആ വ്യക്തിയെ ദുനിയാവിൽ അപമാനിച്ചതിന് പകരമായി, ഖിസാസായി, പ്രതിക്രിയയായി അള്ളാഹു പരലോകത്ത് അവരെ വശലാക്കും എന്ന് പറയുമ്പോൾ എത്രമാത്രം ഗൗരവപ്പെട്ടതാ. അതേപോലെ മറ്റൊരു കാര്യം, തെളിവുകൾ കണ്ടാലും അത് ബോധ്യപ്പെട്ടാലും അംഗീകരിക്കാതെ അഹങ്കാരത്തോടെ ആ തെറ്റിൽ ഉറച്ചു നിൽക്കുകയും ആളുകളെ അത് മുഖേന വഴിതെറ്റിക്കുകയും ചെയ്യുന്ന ആളുകൾ. ഏതൊരു വിഷയത്തിലെയും ഹക്കും ബാത്തിലും സത്യസന്ധമായി തെളിവുകൾ വെച്ച് പരിശോധിക്കുകയും ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്യാം. പക്ഷെ അത് ബോധ്യപ്പെട്ടാൽ അംഗീകരിക്കണ്ടേ? അതിന് തലക്കനം, കിബർ അംഗീകരിക്കാതെ ആ തെളിവുകൾ ബോധ്യപ്പെട്ടാലും അതിനെ കോട്ടിമാട്ടി, അതിനെ ദുർവ്യാഖ്യാനിച്ച് ആളുകളെ ആ രീതിയിൽ വഴിതെറ്റിക്കുന്ന ആളുകളുണ്ട്. പണ്ഡിത പൗരോഹിത്യത്തിന്റെ പുരോഹിതന്മാരായ ആളുകൾ ദുനിയാവിൽ മറ്റുള്ളവരുടെ പോക്കറ്റിലേക്ക് മാത്രം നോക്കിക്കൊണ്ട്, ദുനിയാവിലെ സൗകര്യങ്ങൾ മാത്രം ലക്ഷ്യം വെച്ച് ദീനിനെയും പരലോകത്തെയും പടച്ചറബിനെയും മറന്നു ജീവിക്കുന്ന ആളുകൾ. പരിശുദ്ധ ഖുർആൻ പറയാൻ,
മനുഷ്യന്മാരെ അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടി മുഖം തിരിക്കുന്ന അഹങ്കാരത്തോടുകൂടി നടക്കുന്ന ആളുകൾ ലഹു ഫിദ്ദുനിയാ ഖിസ്യുൻ, അവർക്ക് ദുനിയാവിൽ നിന്ദതയുണ്ട്. വനുദീഖുഹു യൗമൽ ഖിയാമത്തി അദാബൽ ഹരീഖ്, ചുട്ടരിക്കുന്ന വേദനയേറിയ ശിക്ഷ നാം ഖിയാമത്ത് നാളിൽ അവരെ ആസ്വദിപ്പിക്കും എന്നാണ് സൂറത്തുൽ ഹജ്ജിലെ 9-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത്. വഹാദാ കിനായത്തുൻ അൻ കിബ്രിഹി, മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചു. അയാൾ പിരടി തിരിക്കും, മുഖം തിരിക്കും എന്ന് പറഞ്ഞത് അയാളുടെ അഹന്തയുടെ അഹങ്കാരത്തിന്റെ ഒരു ആലങ്കാരിക പ്രയോഗമാണ്, ഒരു സൂചനയാണ്. അനിൽ ഹഖി വഹ്തിഖാരിഹി ലിൽ ഖൽഖ്, സത്യം അംഗീകരിക്കാൻ മനസ്സില്ലാത്ത, മറ്റുള്ളവരെ അംഗീകരിക്കാൻ സന്നദ്ധമല്ലാത്ത ആളുകൾ. അതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിബറിനെ സംബന്ധിച്ച് പറഞ്ഞത്, ബത്റുൽ ഹഖി വഗംതുൻ നാസ്. അൽ കിബ്റു ബത്റുൽ ഹഖ്, സത്യത്തെ അവമതിക്കൽ, അംഗീകരിക്കാതിരിക്കൽ. വഗംതുൻ നാസ്, മറ്റുള്ളവരെയൊക്കെ ചെറുതാക്കി, നിന്ദ്യരാക്കി, മോശപ്പെട്ടവരാക്കി കാണുന്ന ആളുകൾ. ആ സ്വഭാവം അഹങ്കാരിയുടെ, മുത്തക്കബ്ബിറിന്റെ, കിബറുള്ളവന്റെ ലക്ഷണമായിട്ടാണ്, സ്വഭാവമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയത്ത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, ഐ മുസ്തക്ബിറൻ അനിൽ ഹഖ് ഇദാ ദുഇയ ഇലൈഹി, സത്യത്തിലേക്ക് ക്ഷണിച്ചാൽ ആയത്ത് കാണിച്ചു കൊടുത്ത്, ഹദീസ് കാണിച്ചു കൊടുത്ത്, സച്ചരിതരായ മുൻഗാമികൾ അതിന് കൊടുത്ത വിശദീകരണം ഇന്നതാണ് എന്ന് പറഞ്ഞ് ആ ഹക്കിലേക്ക് വിളിച്ചാൽ, അത് നിങ്ങൾ പറഞ്ഞത് അംഗീകരിക്കലാവൂല, അപ്പൊ ഞാനൊന്ന് ചെറുതാവും, നിങ്ങൾ വലുതാവും, ഇങ്ങനെ ഓർത്ത് അഹങ്കാരത്തോടെ തിരിഞ്ഞു നടക്കുന്ന ആളുകൾ, സത്യം അംഗീകരിക്കാൻ മനസ്സില്ലാത്ത ആളുകൾ, അവരെ അള്ളാഹു ദുനിയാവിൽ നിന്ദിക്കും, പരലോകത്ത് വേദനയേറിയ ശിക്ഷ അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് അള്ളാഹു പറഞ്ഞത്. അതേപോലെ ആളുകൾക്കിടയിൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടി എല്ലാവരും നമ്മളെ നോക്കണം, അതിനുവേണ്ടി എന്ത് ചെയ്യും? എല്ലാവരും ധരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായൊരു ഡ്രസ്സ്, അത് ചിലപ്പോൾ മോശപ്പെട്ട ഡ്രസ്സായിരിക്കും. കോമാളികളാകുന്ന അവസ്ഥ ഇന്ന് സോഷ്യൽ മീഡിയകളിൽ അങ്ങനെയുള്ള കോമരങ്ങളുടെ കൂത്തരങ്ങായി മാറിയിട്ടുണ്ട്. ഒരു ലൈക്ക് കിട്ടാൻ വേണ്ടി, ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടി എന്ത് വൃത്തികേടുകളും വേഷം കെട്ടുകളും നടത്താൻ മടിയില്ലാത്ത ആളുകൾ, അതിൽ ഉമ്മത്തിലെ ആളുകളും പെട്ടുപോകുന്നു എന്നുള്ളത് കൊണ്ടാണ് നാം പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലബിസ സൗബ ശുഹറത്തിൻ, ആരെങ്കിലും അങ്ങനെ ഒരു പ്രസിദ്ധി ആഗ്രഹിച്ചുകൊണ്ട് ഏതെങ്കിലും കോലം കെട്ടുന്നുവെങ്കിൽ, വസ്ത്രം ധരിക്കുന്നുവെങ്കിൽ, അൽബസഹുല്ലാഹു യൗമൽ ഖിയാമത്തി സൗബ മദല്ലത്തിൻ, അയാളെ നിന്ദതയുടെ ഉടയാട വസ്ത്രം അള്ളാഹു ഖിയാമത്ത് നാളിൽ ധരിപ്പിക്കും. സുമ്മ യുൽഹബു ഫീഹി ഫിന്നാർ, എന്നിട്ട് അതിൽ ആയിക്കൊണ്ട് ആ നിന്ദതയുടെ വസ്ത്രം ധരിച്ച് അയാൾ നരകത്തിൽ കത്തിയെറിയേണ്ടി വരും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്. അതേപോലെ സഹോദരങ്ങളെ, മറ്റൊരു കാര്യം, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ, ഭരണവും നേതൃത്വവും ഒക്കെ കൈയാളുമ്പോൾ കഴിവില്ല എങ്കിൽ നാം അതിന് നിൽക്കരുത്. നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുള്ളതാണ് ഒരാൾക്കുള്ള ക്വാളിറ്റി. ഒരു നേതൃത്വം കൊടുക്കാൻ, ഒരു സമൂഹത്തിന്റെ, ഒരു കൂട്ടായ്മയുടെ നേതൃത്വത്തിലേക്ക് വരാൻ, ഒരു ഭരണാധികാരിയാകാനുള്ള 2 ക്വാളിറ്റികളാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഒന്ന് അൽ ഖുവ്വത്തു, 2 അൽ അമാന. അയാൾക്ക് ആ കാര്യം ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി. അതേപോലെ തന്നെ വിശ്വസ്തയോടുകൂടി, സത്യസന്ധതയോടുകൂടി അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം. ഇല്ലെങ്കിൽ അതിന് മെനക്കെടരുത് എന്നർത്ഥം. സ്ഥാനാർത്ഥികളെ തെരഞ്ഞു നടക്കുമ്പോൾ സ്ഥാനാർത്ഥിയാകാൻ തിക്കും തിരക്കും കൂട്ടുന്ന ആളുകൾ ആലോചിക്കണം. അബൂദർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പലർക്കും അധികാരങ്ങൾ നൽകി ഓരോരുത്തരെയും ഓരോരോ പോസ്റ്റിലേക്ക് അപ്പോയിന്റ്മെന്റ് നടത്തുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂദർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അലാ തസ്തഅമിലുനി, അള്ളാഹുവിന്റെ റസൂലെ, എനിക്കും എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ സ്ഥാനമാനങ്ങൾ നൽകി ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ഗവർണറാക്കി, വലിയാക്കി എന്നെയും ഒന്ന് നിശ്ചയിച്ചുകൂടെ എന്ന ആഗ്രഹത്തോടു കൂടി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ ചുമലിൽ തട്ടിയിട്ട് കൊടുത്ത ഒരു ഉപദേശമുണ്ട്. യാ അബൂദർ, അല്ലയോ അബൂദറെ, ഇന്നക ദഈഫുൻ, നീ ദുർബലനാണ്, നിനക്ക് ആ ഉത്തരവാദിത്തം, ആ ഖുവ്വത്ത് ഏറ്റെടുക്കുവാനുള്ള ഖുവ്വത്ത്, ശക്തിയില്ല. വ ഇന്നഹാ അമാന, അത് തീർച്ചയായും ഒരു അമാനത്താണ്. വ ഇന്നഹാ യൗമൽ ഖിയാമത്തി ഖിസ്യുൻ വ നദാമത്തുൻ ഇല്ലാ മൻ അഖദഹാ ബിഹഖിഹാ, അതിന്റെ ന്യായപ്രകാരം അത് ഏറ്റെടുക്കുകയും ഉത്തരവാദിത്തം നിർവഹിക്കുകയും ചെയ്യാത്ത ആളുകൾക്കൊക്കെയും അത് പരലോകത്ത് നിന്ദതയും ഖേദവുമായിരിക്കും. അതുകൊണ്ട് ആളുകൾക്കിടയിൽ മെമ്പറാകാൻ, നേതാവാകാൻ മത്സരിച്ചു നിൽക്കുന്ന ആളുകൾ ആലോചിക്കണം, കഴിവുണ്ടോ, പ്രാപ്തിയുണ്ടോ, ആയിക്കോട്ടെ. അല്ലെങ്കിൽ
രണ്ടാളുണ്ടെങ്കിൽ മൂന്നാമതായി ആ രണ്ടാളുകളുടെ നേതാവ് എന്നൊരു സ്ഥാനത്തേക്ക് നമ്മൾ കൊതിച്ചു പോകരുത്. നമ്മുടെ യോഗ്യതയും കഴിവൊക്കെ കണ്ടുകൊണ്ട് ആളുകളെ ഏൽപ്പിക്കുകയാണെങ്കിൽ അത് നിരസിക്കാനും പോകണ്ട. അതല്ലാതെ അധികാരം ആഗ്രഹിച്ച് കൊതിച്ച് അതിന്റെ പിന്നാലെ പോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്നഹാ യൗമൽ ഖിയാമത്തി ഖിസ്യുൻ വനദാമ, പരലോകത്ത് ഖേദിക്കേണ്ടി വരും, നിന്ദത അനുഭവിക്കേണ്ടി വരുമെന്നാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും എല്ലാത്തരം ഷർറുകളിൽ നിന്നും നിന്ദതകളിൽ നിന്നും അപമാനങ്ങളിൽ നിന്നും ദുനിയാവിലും ആഖിറത്തിലും കാത്തുരക്ഷിക്കുമാറാകും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. സല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ നിന്ദതയുമായി ബന്ധപ്പെട്ട് നമ്മെ ഉണർത്തിയ മറ്റൊരു സംഗതിയാണ് പള്ളിയിൽ നിന്ന് ആളുകളെ തടയൽ. അതേപോലെ പള്ളിയുടെ നന്മക്ക് പ്രവർത്തിക്കേണ്ടതിന് പകരം അതിന്റെ നശീകരണത്തിന് വേണ്ടി ഏതെങ്കിലും നിലക്ക് പ്രവർത്തിച്ചാൽ അവർക്കൊക്കെ നിന്ദതയുണ്ട് എന്നാണ്. വമൻ അളലമു മിമ്മൻ മനഅ മസാജിദല്ലാഹി അൻ യുദ്കറ ഫീഹാ ഇസ്മുഹു വസആ ഫീ ഖറാബിഹാ. അല്ലാഹുവിന്റെ ഭവനങ്ങളായ പള്ളിയിൽ നിന്ന് അവിടെ പടച്ചറബിന്റെ നാമം സ്മരിക്കുന്നതിൽ നിന്ന് ആളുകളെ തടയുന്നവനേക്കാൾ ഏറ്റവും വലിയ അക്രമി മറ്റാരുണ്ട് എന്നാണ് ഖുർആൻ ചോദിച്ചത്. വസആ ഫീ ഖറാബിഹാ, ആ പള്ളികളുടെ നാശത്തിന് വേണ്ടി പ്രയത്നിക്കുന്നവനേക്കാളും. ഉലൈക മാ കാന ലഹും അൻ യദ്ഖുലൂഹാ ഇല്ലാ ഖായിഫീൻ, ഭയപ്പാടോടുകൂടിയല്ലാതെ ആ പള്ളികളിൽ പ്രവേശിക്കാൻ അവർക്ക് അവകാശമില്ല. ലഹും ഫിദ്ദുനിയാ ഖിസ്യുൻ, അവർക്ക് ദുനിയാവിൽ തന്നെ നിന്ദതയുണ്ട്. അപ്പൊ പള്ളിക്ക് എല്ലാ അർത്ഥത്തിലും ആദരവ് കൊടുത്ത് അതിന്റെ എല്ലാ നന്മകളിലും ഭാഗവാക്കാകാൻ, അതിന്റെ ഒരു ലൈറ്റ് കേടുവന്നാൽ അത് മാറ്റിയിടുന്നത് മുതൽ, അതിന്റെ ടാപ്പിലൂടെ വെള്ളം അനാവശ്യമായി പോകുന്നുവെങ്കിൽ അത് നേരെയാക്കുന്നത് മുതൽ തുടങ്ങി ചെറുതും വലുതുമായ എല്ലാ നന്മകൾക്കും, അതിന്റെ സാമ്പത്തികമായ സഹായങ്ങൾക്ക്, സൗകര്യങ്ങൾക്ക് എല്ലാം നമ്മുടെ വീട് എത്ര കണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നോ അതിനേക്കാൾ പടച്ചറബിന്റെ വീടിനെ ശ്രദ്ധിക്കാനും പരിഗണിക്കാനും അതിൽ ഇബാദത്തുകൾ ചെയ്യാൻ വരുന്ന ആളുകൾക്ക് എല്ലാവിധ സൗകര്യങ്ങൾ ഒരുക്കുവാനും ശ്രമിക്കേണ്ട വിശ്വാസി അതിന് വിരുദ്ധമായി ആ പള്ളിയുടെ ഏതെങ്കിലും നാശത്തിനോ ഏതെങ്കിലും കോട്ടത്തിനോ വേണ്ടി പരിശ്രമിച്ചാൽ അവർക്ക് പള്ളിയിൽ ഭയപ്പാടോടുകൂടിയല്ലാതെ കടക്കാൻ അവകാശമില്ല. എവിടെ വെച്ചും ആ ഏത് സന്ദർഭത്തിലും പടച്ചറബ് അവനെ നോട്ടമിട്ടിട്ടുണ്ട് എന്ന സൂചനയാണത്. പേടിച്ചുകൊണ്ടേ അവൻ കടക്കാൻ പാടുള്ളൂ. ലഹും ഫിദ്ദുനിയാ ഖിസ്യുൻ, ദുനിയാവിൽ അത്തരം ആളുകൾക്ക് നിന്ദതയുണ്ട്. പള്ളി പൊളിക്കുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ പാഠമാണ്. വലഹും ഫിൽ ആഖിറതി അദാബുൻ അദീം, അതേപോലെ പരലോകത്ത് വലിയ ശിക്ഷ, ഭീകരമായൊരു ശിക്ഷ അവരെ കാത്തിരിക്കുന്നു എന്നാണ് ഖുർആൻ പറഞ്ഞത്. പള്ളിയുടെ ഭൗതികമായ നശീകരണത്തിനും അതേപോലെ തന്നെ അലങ്കോലപ്പെടുത്തി അത് വൃത്തികേടാക്കുന്നതും ഒക്കെ മോശപ്പെട്ട കാര്യമാണ് എന്നതുപോലെ തന്നെ ആത്മീയമായ കാര്യങ്ങളിൽ അതിന്റെ ഇമാറത്ത് തടയൽ, അഥവാ ഇബാദത്തുകൾ നിർവഹിക്കാൻ, നല്ല നല്ല കാര്യങ്ങൾ ഖുർആൻ പഠിക്കാൻ, ഹദീസുകൾ പഠിക്കാൻ, ദീനിയായ വിജ്ഞാനങ്ങൾ വിതരണം ചെയ്യാൻ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള സൗകര്യങ്ങൾ പള്ളികളിൽ വേണം. അതൊക്കെയാണ് പള്ളിയുടെ പരിപാലനം എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ തലമായി ഇസ്ലാം ഉദ്ദേശിച്ചത്. കേവലം പെയിന്റ് അടിച്ച് നല്ല ഭംഗിയിൽ വൃത്തിയാക്കി കൊണ്ടു നടക്കൽ മാത്രമല്ല, അതിൽ നിന്ന് ആളുകൾക്ക് കിട്ടേണ്ട ആത്മീയമായ ഇൽമുകളുണ്ട്, അറിവുകളുണ്ട്, സംസ്കാരവും സ്വഭാവവും ഒക്കെ അവർക്ക് പഠിക്കാനുള്ള സൗകര്യം ഓരോ പള്ളികളിലും ഉണ്ടാകണം. അങ്ങനെ പള്ളിയെ പരിപാലിക്കുന്ന ആളുകൾക്ക് അള്ളാഹു അനുഗ്രഹം ദുനിയാവിലും ആഖിറത്തിലും നൽകും. അതിനെ നിന്ദിക്കുന്ന, അപകടപ്പെടുത്തുന്ന ആളുകൾ, ഇതിനെ വിലങ്ങ് തടിയായി നിൽക്കുന്ന ആളുകൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നിന്ദതയെ ഭയപ്പെടണം എന്നാണ് ഈ ആയത്ത് സൂചിപ്പിച്ചത്. മറ്റൊന്ന്, ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചതുപോലെ ഏറ്റവും വലിയ നിന്ദത എന്ന് പറയുന്നത് നരകപ്രവേശനം എന്നതാണ്. അതിന് കാരണമാകുന്ന എല്ലാ തിന്മകളിൽ നിന്നും അകലം പാലിക്കാൻ ഒരു വിശ്വാസി പരിശ്രമിക്കുകയും ദുആ ചെയ്യുകയും വേണം.
ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച സൂറത്ത് ആൽ ഇംറാനിന്റെ അവസാനത്തെ ഭാഗത്തുള്ള 192 ആയത്തിൽ അള്ളാഹു പറയുന്നു, റബ്ബന, വിശ്വാസികളുടെ വാക്കുകളായി, ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഖ്സൈതഹു, പടച്ചവന് നീ ആരെ നരകത്തിൽ പ്രവേശിപ്പിച്ചുവോ അയാളെ നീ അപമാനിച്ചിരിക്കുന്നു, നിന്ദിച്ചിരിക്കുന്നു. വമാ ലിൽസാലിമീന മിൻ അൻസാർ, അത്തരം അക്രമികൾക്ക് യാതൊരു സഹായം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഐ അഹൻതഹു വഅൽഹർത ഖിസിയഹു ലിഅഹ്ലിൽ ജംഅ, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, സർവ്വ മനുഷ്യന്മാരും സമ്മേളിച്ചിരിക്കുന്ന മഹ്ശറയിൽ സർവ്വ മനുഷ്യരുടെയും മുന്നിൽ അയാളെ അപമാനിക്കുകയാണ്, നിന്ദിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് വേണം? തിന്മകളിൽ നിന്നെല്ലാം അകന്ന് പരമാവധി നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കാൻ സാധിക്കണം. പ്ലസ് അതിനോടൊപ്പം റബ്ബിനോട് നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. വലാ തുഖ്സിനാ യൗമൽ ഖിയാമ, പടച്ചവനെ ഖിയാമത്ത് നാളിൽ നീ ഞങ്ങളെ നിന്ദിക്കരുതേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രത്യേകം ദുആ ചെയ്തതുപോലെ വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ, ആളുകളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ആ ഖിയാമത്ത് നാളിൽ മഹ്ശറയുടെ ആ സംഗമത്തിൽ ഞങ്ങളെ നീ അപമാനിതരാക്കരുതേ എന്ന് റബ്ബിനോട് ദുആ ചെയ്യാൻ സാധിക്കണം. ദുനിയാവിലും ആഖിറത്തിലും അന്തസ്സും അഭിമാനവും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ നിന്ദ്യതയിൽ നിന്നും അപമാനങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ മക്കളെയും കുടുംബത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ആദർശ സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും പടച്ച റബ്ബ് അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി ആദരിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു അവരുടെ രോഗം പരിപൂർണമായ ശിഫ നൽകി ആഫിയത്തോടു കൂടിയുള്ള ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.